ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസത്തെ ക്ലിപ്പൊക്കെ കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയൊരു വീഡിയോ ആണ്. സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷെ പനി കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പനി ആയതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ. പിന്നെ പനി ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പഠിത്തത്തിലോട്ട് കടക്കാമെന്ന്. അതുകൊണ്ട് അതിൻ്റെ ടാബിളൊക്കെ വൃത്തിയാക്കി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ലൊരു കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ നല്ല രസമാണ് കാണാൻ. എൻ്റെ മുഖത്താണെങ്കിൽ നല്ലൊരു വലിയ കുരും കൂടി വന്നിക്കണം. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങിക്കണം ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ജേർണൽ ചെയ്യണം. സോ നിങ്ങൾ ഐഡിയാസൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ കെമിസ്ട്രിൻ്റെ ചാപ്റ്റേഴ്സും അതിൻ്റെ വെയിറ്റേജ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളെപ്പോഴും ചെയ്യണൊക്കെ പോലെ തന്നെ. പനി കുടിച്ച് പിരാന്തായതാണോ പഠിച്ചത് ആലോചിച്ച് പിരാന്തായതാണോ എന്നറിയില്ല ഗൈസ്. ഹലോ ഗൈസ്, എനിക്ക് പനിയാണ്, അതുകൊണ്ടാണ് സ്റ്റഡി ബ്ലോഗൊന്നും വരാതിരുന്നത്. പിന്നെ SS പ്രത്യേകിച്ച് സ്റ്റഡി ഒന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ വ്ളോഗൊന്നും. പിന്നെ പെരുന്നാളാണല്ലോ, പിന്നെ സ്റ്റഡി ഒന്നും അങ്ങനെ എടുക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. കെമിസ്ട്രീൻ്റെ സ്റ്റഡി വ്ളോഗാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്. As you guys can see, ഞാൻ ഭയങ്കര വീക്കാണ് ബിക്കോസ് I have പനി. സോ കുറച്ച് നേരം സ്റ്റഡി, കുറേ നേരം റെസ്റ്റ്. ഞാനിപ്പോൾ കെമിസ്ട്രിൻ്റെ വൈകുന്നേരം ഒരു ചാപ്റ്റർ കണ്ടു. കെമിസ്ട്രിൻ്റെ ഒരു ക്ലാസ് ഇങ്ങനെ കാണുന്നതാണ് വിചാരിക്കും. ഒരു എക്സാമിൻ്റെ ഒരു ക്ലാസ്സിൽ ലൈവ് ഡൗൺലോഡാക്കി അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. ഒരു ചാപ്റ്റർ വൈസ് ഞാൻ എൻ്റെ രീതിയിൽ ഒരു പഠിപ്പം പ്ലസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം അങ്ങനെ വിചാരിക്കുന്നത്. കെമിസ്ട്രി മോഡൽ എക്സാം ടഫായ ശേഷം ഞാൻ കെമിസ്ട്രി പിന്നെയും നല്ലോണം പഠിച്ചു. സോ ടഫാകാൻ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് എനിക്ക് കുറേ സ്ട്രെസ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ റിവൈസ് ചെയ്യാം. എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സ്റ്റഡി പ്ലസ് ക്വസ്റ്റ്യൻസ് ആണ് വിചാരിക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ. സോ അങ്ങനെ അത് നടന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. അന്നത്തെ ആ ദിവസം തന്നെ നല്ല രസമുണ്ടായിരുന്നു. കുറേ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു. കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പല്ലാട്ടി ചിരിച്ചത്, പല്ലാട്ടാതെ ചിരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞങ്ങളൊരു ഫോട്ടോ സെലക്ട് ഒക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കാണാൻ ഫോട്ടോ എടുത്ത് വന്നപ്പോൾ. അന്ന് ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിരുന്നു, ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി സാധനങ്ങൾ എന്തൊക്കെയെന്ന് പെരിയിലെത്തിൻ്റെ ശേഷം നോക്കിയത്. പുതിയ മോയ്സ്ചറൈസർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ വാങ്ങിച്ചു. ആൻഡ് പോൺസിൻ്റെ മോയ്സ്ചറൈസറും വാങ്ങി. പിന്നെ ഓയിൽ പേസ്റ്റിൽ വാട്ടർ കളർ, അങ്ങനെ പിന്നെ 2 പെയിൻറ്റ് ബ്രഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അത് പൊളിച്ചൊക്കെ നോക്കി. പിന്നെ ഞാൻ വാട്ടർ കളറിൻ്റെ മൂഡ് മാറി തുറന്നു. ഞാൻ ബാക്കിൽ ഒരു ടാപ്പ് ഇട്ടോട്ട് വെച്ചിരുന്നത് ഞാൻ വലിച്ചു പറിച്ച് എടുത്താതാണ് വെച്ചിട്ട്. പക്ഷെ മറ്റേ സൈഡ് തന്നെ ഇനി തുറക്കേണ്ടിരുന്നത്. ഞാൻ തുറന്നപ്പോൾ എൻ്റെ റിയാക്ഷൻ വാസ് ലൈക്ക് വാവ് അങ്ങനെ. കാരണം എൻ്റെ അടുത്ത് വാട്ടർ കളർ ട്യൂബ്സ് ഉണ്ട്, അത് തീർന്നു. ഇനി നെക്കി പിന്നെ എന്തൊക്കെ ആക്കിയെടുക്കണം. അതിലുണ്ട് കുറച്ച്, പക്ഷെ അത് എവിടെ നിൽക്കും ആക്ച്വലി ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എന്തായാലും പുതിയത് അതിൻ്റെ കൂടെ ബ്രഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓയിൽ പേസ്റ്റിലൊക്കെ കുറേ ഞാൻ ട്രൈ ചെയ്യണം വിചാരിക്കണം. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി അത് ട്രൈ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വേണമെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ ഇടാം. ആൻഡ് അതിൻ്റെ കൂടെ ഒരു സ്ക്രേപ്പിംഗ് ടൂളും ഒരു പെൻസിലും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ആ രാത്രി ഉമ്മാൻ്റെ പെരുന്ന് സീരിയലുണ്ട്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.